ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന്. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ചാരിയട്ടാണ്. ചാരിയട്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ നിങ്ങൾക്ക് പുതിയ ചില തുടക്കങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ചില യാത്രകൾ നിങ്ങൾ ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഈ യാത്രയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്നുള്ളത് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽ പവർ വർദ്ധിക്കുന്ന എനർജിയാണ്. അതായത് മെന്റലി നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആകുന്നു, പവർഫുൾ ആകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതുമല്ല എങ്കിൽ എന്തെങ്കിലും ചില തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി പവർഫുൾ ആവാൻ ശ്രമിക്കണം എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്നുണ്ട്. ഈ ദൈവാനുഗ്രഹത്തെ നിങ്ങൾ എല്ലായ്പ്പോഴും സ്വീകരിക്കുകയാണ് വേണ്ടത്. ഒന്നും വിട്ടുകളയാൻ പാടില്ല. ദൈവികമായ അനുഗ്രഹം വേണമെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല സമയമാണെന്ന് തന്നെ കരുതണം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങൾ അതിനെ ഒരേപോലെ കണ്ടിട്ട്, അതിനെ ഒരു സമതുലിതാവസ്ഥയിൽ കണ്ടിട്ട് അതിനെ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു കാര്യത്തിൽ എനിക്ക് വിഷമം വരുന്നു, അവിടെ പരാജയം, അല്ല എങ്കിൽ ആ പരാജയ ഭീതി, അല്ല എങ്കിൽ അവിടെ എനർജി ഡൗൺ ആവുക, ഇതൊന്നുമല്ല ചെയ്യേണ്ടത്. മനസ്സിനെ സമനിലയിൽ കൊണ്ടുവരിക. എന്നിട്ട് എനിക്ക് എന്തായാലും സുഖമായാലും ദുഃഖമായാലും നല്ലതായാലും മോശമായാലും എനിക്കിത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഞാനിത് സ്വീകരിക്കും. കാരണം ദൈവം എനിക്ക് തരുന്നതല്ല, എനിക്ക് യൂണിവേഴ്സിന്റെ അനുഗ്രഹമാണ് ഇതെല്ലാം. നല്ലത് വന്നാലും യൂണിവേഴ്സിന്റെ അനുഗ്രഹം, മോശം വന്നാലും യൂണിവേഴ്സിന്റെ അനുഗ്രഹം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. നിങ്ങൾ പലരും പരാതി പറയുമല്ലോ, ഓരോ വീഡിയോസും അല്ലെങ്കിൽ ഓരോ റീഡിങ്സും കണ്ടിട്ട് നിങ്ങൾ പറയും ഒന്നും വരുന്നില്ല എന്ന്. ഞാൻ മാത്രമല്ലല്ലോ റീഡിങ് എടുക്കുന്നത്, എല്ലാവരുടെയും റീഡിങ് കണ്ടിട്ട് നിങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം ഇങ്ങനെയാണ്, ഈ പറയുന്ന ഒന്നും വരുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഇത് പറയുന്നത് എന്തുകൊണ്ടാണ് വരാത്തതെന്ന് പല വീഡിയോസിലും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കർമ്മയെ റിലീസ് ആക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ ഒരുപാട് മുജ്ജന്മത്തിലെ തന്നെ കർമ്മ ഇപ്പോൾ അനുഭവിക്കുന്ന സമയമായിരിക്കണം. അത് നിങ്ങൾക്ക് നിരന്തരം തുരുതുരാന്നിങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഒരു കാര്യം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ അടുത്ത പ്രശ്നം, അങ്ങനെ തുരുതുരാന്ന് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ച് തീർക്കാതെ നിങ്ങൾക്ക് കർമ്മ റിലീസ് ആവുന്നില്ല. മനസ്സിലായി? ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. യൂണിവേഴ്സ് തരുന്ന പാഠങ്ങളാണ് ഇതെല്ലാം എന്ന് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും നിങ്ങളുടെ ഉള്ളിൽ സംശയമാണ്, അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞിട്ട് എന്താണ് വരാത്തത് എന്ന്. അതിനുള്ള മറുപടിയാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങളോട് എല്ലായ്പ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് മാറ്റാവുന്നു എങ്കിൽ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് റെസണേറ്റ് ആവുന്ന എന്നാണ് നോക്കേണ്ടത്. മനസ്സിലായി? അങ്ങനെയെങ്കിൽ മാത്രമേ എടുക്കാവൂ, അല്ലാത്തത് വിട്ടേക്കുക എന്ന് നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. കഴിഞ്ഞ ജന്മത്തിലെ ഒരുപാട് കാര്യങ്ങൾക്കുള്ള റിസൾട്ടാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ പരിണത ഫലം നിങ്ങൾ അനുഭവിക്കണം. അനുഭവിച്ച് കുറെ കൂടെ കഴിഞ്ഞുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് റിലീസ് ആവത്തുള്ളൂ. ഇതിനെ റിലീസ് ആക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. നല്ലതുപോലെ എഫർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ദൈവികമായ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വളർത്തേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അല്ലാതെ വെറുതെ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിരുന്നാൽ ഒന്നും വരികയില്ല. മനസ്സിലായി? അത് നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണെങ്കിൽ അത് ആ സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ടു തരുന്നതാണ്. പിന്നെ റീഡിങ് കാണുമ്പോൾ നിങ്ങൾക്കൊരാശ്വാസം, നിങ്ങൾക്കൊരു സമാധാനം, ഒരു പ്രതീക്ഷ, ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഞാനിത് അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതുകൊണ്ട് കർമ്മ റിലീസാക്കാൻ വേണ്ടി, കർമ്മ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരില്ല.
മനസ്സിലായി? അത് കുറച്ച് കുറച്ച് മാറി വരുമ്പോഴാണ് നിങ്ങളിലേക്ക് ഓരോരോ കാര്യങ്ങൾ, അപ്പോൾ പിന്നെ വരുന്നതെല്ലാം നിങ്ങൾക്ക് നല്ലതായിട്ടേ വരൂ. സാമ്പത്തികപരമായ ചീറ്റിങ്ങുകൾ ഉണ്ടാവാം, റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, മറ്റു പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം. ഇതെല്ലാം കുറേശ്ശെ നിങ്ങൾ മാറ്റിയെടുക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പരിഹാരം കാണേണ്ടത് നിങ്ങളുടെ ബാധ്യത മാത്രമാണ്. മനസ്സിലായോ? ഓരോ കാര്യം വരുമ്പോഴും നിങ്ങൾ വിചാരിക്കണം എന്തുകൊണ്ട് എനിക്ക് ഇത് വന്നു, അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് നിങ്ങളാണ്. അതിനായിട്ട് കൂടുതലായിട്ട് ജപം, ധ്യാനം, മന്ത്രം ഇതെല്ലാം നിങ്ങൾ പരിശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. ആരോടെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുമെന്ന് പറയുമ്പോഴോ അതെനിക്ക് വയ്യ, അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. മനസ്സിലായി? ഇത് കുറെ നിങ്ങൾ ത്യാഗം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനൊക്കെ കുറെ ബുദ്ധിമുട്ടിയാണ് നിങ്ങൾ ഈ വിജയത്തിലേക്ക് വരേണ്ടത്. ഒരു കാര്യത്തിൽ ഒരു സക്സസ് നേടണമെങ്കിൽ കുറെ പ്രശ്നങ്ങളുണ്ട്, കുറെ ത്യാഗം ചെയ്തേ മതിയാവൂ. അതിന് നിങ്ങൾ സന്നദ്ധരാവണം. എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളൂ. വെറുതെ ഇരുന്നാൽ ഒന്നും വരില്ല. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ അത്യാവശ്യം വിൽ പവറാണ്. അതായത് പവർഫുൾ ആവുക. ഈ പവർഫുൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പവർഫുൾ ആവാൻ പറ്റില്ല. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. മനസ്സിലായി? മെന്റലി സ്ട്രെങ്ത് കൈവരിക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് ഒരു കടിഞ്ഞാൻ പോലും ഇല്ലാതെ ഒരു കുതിരവണ്ടിയെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുകയുള്ളൂ. ഇവിടെ അങ്ങനെയാണ് കാണുന്നത്. കടിഞ്ഞാണും ഇല്ല, ഇവിടെ തേരാളി, ഇവിടെ ഓടിക്കാനൊന്നും ആരുമില്ല, എന്നിട്ട് പോലും കുതിരവണ്ടി മുന്നോട്ട് പായുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ലൈസൻസ് പോലും ഇല്ലാതെ എത്രയോ പേർ വാഹനം ഓടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് അവരുടെ വിൽ പവറാണ്. എത്രയോ ആൾക്കാർ ലൈസൻസ് ഒന്നും എടുക്കാതെ കൊച്ചുകുട്ടികൾ വണ്ടി ഓടിക്കുന്നവരുടെ പവർഫുൾ ആയിട്ടുള്ള ആ മൈൻഡ് സ്ട്രെങ്ത് കൊണ്ടുവന്നിട്ടാണ് അവരത് ചെയ്യുന്നത്. അവർക്കത് പൊതുവെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നിങ്ങളിൽ പലരും അങ്ങനെ ആയിരിക്കാം. ലൈസൻസ് ഒന്നും എടുക്കാതെ എത്രയോ പേർ വാഹനം ഓടിക്കുന്നു. പലരും ലൈസൻസ് എടുത്തു വെച്ചു കഴിഞ്ഞാലോ പേടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അതും നമുക്ക് പറയാമല്ലോ, അല്ലേ? ലൈസൻസ് ഉള്ളവർ പോലും പേടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നു. ലൈസൻസ് ഇല്ലാത്തവർ പോലും അതിവിദഗ്ധമായിട്ട് വാഹനം ഓടിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കാനോ വാഹനം ഓടിക്കാനോ ഒക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ സ്വന്തമായിട്ട് വാഹനം വാങ്ങിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ വാഹനം ഉള്ളവരായിരിക്കണം ഈ റീഡിംഗ് കാണുന്നത്. അതുപോലെ ഇവിടെ നിങ്ങളിലേക്ക് ധാരാളമായിട്ട് ദൈവാനുഗ്രഹം വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഒത്തിരി ശിവഭക്തരോ വിഷ്ണുഭക്തരോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം ഈ റീഡിങ് കാണുന്നത് എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഇവിടെ റീയൂണിയന് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് റീയൂണിയൻ സംഭവിക്കുന്നതായിരിക്കും എന്നിവിടെ കാണുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ്. റൂട്ട് ചക്ര ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതുപോലെ കോൺഫിഡൻസ് വർദ്ധിച്ചു വരും എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റും. ഇവിടെ നമുക്ക് 6 ഓഫ് കോയിൻസിന്റെ എനർജി. കോയിൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ പെന്റക്കിൾ എർത്ത് സൈൻ, ടോറസ്, വർഗോ, ക്യാപ്രിക്കോൺ എനർജി ഇവിടെ കണ്ടില്ലേ? ഒരുപാട് പേർക്ക് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. കാരണം ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ചിലപ്പോൾ സാമ്പത്തികത്തിന്റെ അഭിവൃദ്ധി വരുന്നുണ്ടാവാം. വിചാരിച്ചതിൽ ഉപരിയായിട്ട് നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുന്ന സമയമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ലോട്ടറി ഒക്കെ എടുത്തിരിക്കാം. ഒന്നും മനസ്സിൽ വിചാരിച്ചുകൊണ്ടായിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സാമ്പത്തികം ലഭിച്ചെന്നിരിക്കും. ഇനി അതുമല്ല, അപ്രതീക്ഷിതമായിട്ട് ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും സാമ്പത്തികം ലഭിക്കാനുള്ള എനർജി ഉണ്ടായിരിക്കും. അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കണം കുറച്ചൊക്കെ ആർക്കെങ്കിലും കൊടുത്ത് സഹായിക്കാമെന്ന്. പക്ഷെ അങ്ങനെ പലർക്കും കൊടുത്ത് സഹായിക്കുന്ന എനർജിയാണ്. അതുവഴി നിങ്ങൾക്ക് സ്വയം സന്തോഷിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ആർക്കെങ്കിലും പാവങ്ങൾക്ക് സഹായം ചെയ്തു കഴിഞ്ഞാൽ സ്വയം സന്തോഷിക്കണം, സന്തോഷം അനുഭവിക്കണം. മനസ്സിലായി? ഹാർട്ട് ചക്ര ഒന്ന് ആക്റ്റീവ് ആകണം. സ്വയം നമ്മൾ സന്തോഷിക്കുമ്പോൾ, ആർക്കെങ്കിലും സാമ്പത്തികം കൊടുത്തിട്ട് നമ്മൾ സ്വയം സന്തോഷിക്കുകയാണ്. ആരും അറിയാതെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ 10 പേരെ അറിയിച്ചിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ശാശ്വതമാവില്ല. അതിന് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തില്ല. കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവത്തിനറിയാം, ദൈവം കാണുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഉള്ള സമയത്ത് നിങ്ങളിലേക്ക് ഇതിനിരട്ടിയായിട്ട് തിരിച്ചു വരും. നിങ്ങളിത് നല്ല മനസ്സോടുകൂടി, സന്മനസ്സോടുകൂടിയാണ് നിങ്ങൾ ഈ ദാനം ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകും. ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ അത് മിഡിൽ ചക്രയാണ് ഹാർട്ട് ചക്ര എന്ന് പറയുന്നത്. അപ്പോൾ അപ്പർ 3 ചക്രാസ്, ലോവർ 3 ചക്രാസ് നിങ്ങൾക്ക് ആക്റ്റീവ് ആകാൻ തുടങ്ങും. അതുവഴി നിങ്ങളുടെ മണി ബ്ലോക്ക് മാറിക്കിട്ടും. മനസ്സിലായോ?
അപ്പോൾ അങ്ങനെ മാറിക്കിട്ടുമ്പോൾ നിങ്ങളിലേക്ക് പല വിധത്തിലും സാമ്പത്തികം വന്നു ചേരാനുള്ള അനുഗ്രഹമുണ്ടാകും, അല്ലെങ്കിൽ അതിനുള്ള അവസരമുണ്ടാകും. മനസ്സിലായ? അപ്പോൾ ദാനം ചെയ്യുമ്പോൾ ആരും അറിയാതെ ദാനം ചെയ്യുക. അതുപോലെ തന്നെ നല്ലതുപോലെ സന്തോഷം നിറച്ച് വേണം അത് ചെയ്യാൻ. മനസ്സിലായോ? നല്ല സന്തോഷത്തോടു കൂടി വേണം ദാനം ചെയ്യാൻ. ആവശ്യമുള്ളവർക്ക് ചെയ്യണം, ആവശ്യമില്ലാത്ത എല്ലാവർക്കും നടന്ന് ദാനം ചെയ്തിട്ട് എന്താ ഒരു പ്രയോജനവുമില്ല. ഇവിടെ വന്നിരിക്കുന്ന 7 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 7 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളാണിത്. നിങ്ങൾക്ക് ഈ അവസരങ്ങൾ വരുന്ന, പക്ഷെ എന്താണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ ഈ അവസരങ്ങൾ എപ്പോഴും വരുന്നത് എങ്ങനെയാണ്? ഇവിടെ നിങ്ങൾക്ക് തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ ആണ്. മനസ്സിലായി? പർപ്പിൾ കളറിലുള്ള തേർഡ് ഐ ചക്ര. അപ്പൊ ഇവിടെ ഈ അവസരങ്ങൾ വരുന്ന നിങ്ങളുടെ ഉൾക്കാഴ്ച ഉണ്ടാവുന്ന, നിങ്ങൾക്ക് ഉൾക്കാഴ്ച ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ചിലപ്പോൾ തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നു. പല കാര്യങ്ങൾക്കും, പല വിധത്തിലുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എങ്ങനെ വേണം, അപ്പൊ അതിലൂടെ പല വഴികൾ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും. ജോലിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പല വഴികളും ഓപ്പൺ ആയിട്ട് വരും. അതുപോലെ വിവാഹത്തിന് വേണ്ടി നോക്കിയിരിക്കണോ, പല പ്രപ്പോസലുകളും വന്നു ചേരും. അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ നിങ്ങൾക്കത് ഏതെങ്കിലും ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യാൻ കൂടി പഠിച്ചിരിക്കണം. ചിലപ്പോൾ ഇതിൽ എന്താണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെയും വിഷമിക്കുന്ന ഒരു എനർജി ഉണ്ടാവും. പക്ഷെ അത് നിങ്ങൾ സശ്രദ്ധം വീക്ഷിക്കുക. ഇതിലെന്താണ് എനിക്ക് നല്ലത് എന്ന് കരുതിയിട്ട് അതിന് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകണം. 2-3 ജോലി സാധ്യതകൾ വരാം. ചിലപ്പോൾ ഒന്ന് ചെറിയ ശമ്പളത്തിൻ്റെതാവാം, അത് വീടിനടുത്തായിരിക്കും. കുറേ ദൂരെയാവാം, അത് നല്ല ശമ്പളമായിരിക്കാം. ഇനി വേറൊന്നാണെങ്കിൽ ഇതിന് രണ്ടും കൂടെ ഇടയിലാവാം. അവിടെ എന്താണ്, അവിടെ എത്തപ്പെടാൻ ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ അവിടെ കുറച്ച് പ്രയാസമുള്ള ജോലി ആയിരിക്കാം. ഇത് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ വരാം. അപ്പൊ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ശമ്പളം കുറഞ്ഞാലും വേണ്ടിയില്ല, അടുത്തുള്ള ജോലി തന്നെ സെലക്ട് ചെയ്യുക. കാരണം അവിടെ നിങ്ങൾക്ക് സേഫ് ആയിരിക്കും. ആ കുറഞ്ഞതിലൂടെ നിങ്ങൾ അതിനെ സംതൃപ്തി കണ്ടെത്തി അതിലൂടെ നിങ്ങൾ ഒരു സക്സസിലേക്ക് വരാൻ പറ്റും നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കും. അതിനുള്ള എഫേർട്ട് പിന്നീട് നിങ്ങൾ എടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ദൂരെ ഒരിടത്ത് പോയിട്ട് അവിടെ കിടന്ന് കഷ്ടപ്പെടുകയല്ല വേണ്ടത്. ഏതാണോ നിങ്ങളുടെ ഇഷ്ടം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ ശീലിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്നുള്ളത് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വിവാഹം നോക്കിയിരിക്കുന്നവർക്കായാലും ഇനി മറ്റേതെങ്കിലും ഒക്കെ ജോലി നോക്കിയിരിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് കോയിൻസ് ആണ്, ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി ഇവിടെ. അതുപോലെ തന്നെ വരുമാന മാർഗം വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ പെന്റക്കിൾ, എർത്ത് സൈൻ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി ഇവിടെ വന്നിരിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്? നോക്കിയിരിക്കുകയാണ്, സാമ്പത്തികത്തിന് വേണ്ടി നോക്കിയിരിക്കുന്ന എനർജി. അല്ല എങ്കിൽ നല്ല ജോലിയുള്ളവരുടെ എനർജി ആവാം, നല്ലൊരു ഹീലർ ആവാം നിങ്ങൾ. ചിലപ്പോൾ ടീച്ചർ ആവാം, ചിലപ്പോൾ യോഗയുടെ ക്ലാസ് ഒക്കെ നടത്തുന്ന ആളായിരിക്കാം, ചിലപ്പോൾ ജിമ്മിന്റെ ട്രെയിനർ ആവാം. അതുമല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവർക്ക് ഹീൽ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ജോലിയിൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. വരുമാനം വർദ്ധിപ്പിച്ചെടുത്ത് വീട്ടിലെ സാമ്പത്തിക ബാധ്യതകൾ ഒഴിവാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനായിട്ട് നോക്കിയിരിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജോലി ലഭിക്കുന്നതായിട്ടും, അതല്ല എങ്കിൽ നിങ്ങളൊരു ജോലിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളത് കാണുന്നുണ്ട്. അടുത്തായിട്ട് എന്താണ് വരുന്നത് നമുക്ക് നോക്കാവേ. ഇവിടെ 9 ഓഫ് സോഡിന്റെ എനർജി ഇവിടെ തീർച്ചയായിട്ടും കർമ്മ ഫേസ് ചെയ്യുന്ന എനർജിയാണ്. അടുത്തായിട്ട് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് സോഡ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 2 ഓഫ് വാൺസ് ആണ്. 2 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 വാൺസ് ഉണ്ട്.
പക്ഷേ ഈ ഒരു വാണ്ടിലേക്ക് മാത്രമാണ് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് ഒരു വാണ്ടിലേക്കാണ്. കാരണം ഇവിടെ രണ്ട് കാര്യങ്ങളുള്ളതിൽ ഒന്നും നടന്നില്ലെങ്കിൽ ഒരു കാര്യമെങ്കിലും അത്യാവശ്യമായിട്ട് നടന്നു കിട്ടണം എന്നുള്ള പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുകയാണ്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്? ആരെയോ വെയിറ്റ് ചെയ്തിരിക്കുന്നു, ചില ആവേശത്തോടു കൂടി വന്നു ചേരണം, ചേർന്നാൽ മാത്രമേ മതിയാവൂ, വന്നാൽ മാത്രമേ മതിയാവൂ, ആ ഒരു വ്യക്തി എന്നിലേക്ക് വരണം, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം എന്നിലേക്ക് വരണം, എന്നാൽ മാത്രമേ എനിക്കത് സാധ്യമാകൂ എന്നുള്ള വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടെ കാത്തിരിക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടിയുള്ളതായിരിക്കണം. ഇവിടെ മാലയൊക്കെ കഴുത്തിലിട്ടിട്ടുണ്ട്, കണ്ടല്ലേ? ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടിയായിരിക്കണം അത്യാവശ്യമായിട്ട് ഇവിടെ നോക്കിയിരിക്കുന്നത്. ആരെങ്കിലും ജീവിതത്തിൽ നിന്നും ചിലപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ ഒരു നോ കോണ്ടാക്ട് അവസ്ഥയിലായിരിക്കാം, സ്നേഹിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള ഒരു അകൽച്ച വന്നിട്ടുണ്ടാവാം. അവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇവിടെ എന്ന് കാണുന്നുണ്ട്. മനസ്സിലായി? അവരില്ലാതെ എനിക്ക് ഈ ഒരു ലൈഫ് ഇല്ല എന്ന് സ്വയം വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വയം തീരുമാനിച്ചുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഇതാണ് അല്ലേ? ഇവിടെ 9 ഓഫ് സോളിന്റെ എനർജി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മ ഫേസ് ചെയ്യുകയാണ്. ഇവിടെ രാത്രിയിൽ ഉറക്കമൊന്നുമില്ലാതെ എഴുന്നേറ്റിരിക്കുകയാണ്. എന്തിനു വേണ്ടി? സ്വയം വരുത്തി വെക്കുന്നതാണ്. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം വരുത്തി വെക്കുന്നതാണ്. അനാവശ്യകരമായ കാര്യങ്ങളിലേക്ക് ഇടപെട്ടിട്ട് അവിടെ നിന്നൊരു ദുഃഖം ഏറ്റെടുത്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ എന്തിനാണ് പിന്നെ അത് ഏറ്റെടുക്കാൻ പോകുന്നത്? നിങ്ങൾ തന്നെ വിചാരിക്കണം, ഒരു ദിവസം ഉറങ്ങാൻ കഴിഞ്ഞില്ല, ഒരുപാട് ചിന്തകൾ, അനാവശ്യകരമായ ചിന്തകൾ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിക്കയറി വരുന്നു, ഉറങ്ങാൻ കഴിയുന്നില്ല, രാത്രി മുഴുവൻ സമ്മർദ്ദം അനുഭവിച്ച് ഉണർന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ സ്വയം വിചാരിക്കാതെ പറ്റില്ല. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു കർമ്മയുടെ ഒരു ഭാഗമായിരിക്കണം. അപ്പോൾ ഈ ഒരു സമയം കഴിയുമ്പോൾ, ഈ സമയം നിങ്ങൾക്ക് മിക്കവാറും ഉടനെ തന്നെ തീരാറാവുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ ദിവസം നിങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വേണ്ട, അതിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും സോൾവ് ആക്കാം. ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അസുഖമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ പിരിഞ്ഞു പോയിട്ടുണ്ടാവാം, അതനുസരിച്ചുള്ള വേദനയാവാം ഈ അനുഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് കഷ്ടതയിലാണ് കഴിയുന്നത്. ഈ ഒരു സമയത്ത് കഷ്ടത അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞല്ലോ, നിങ്ങളുടെ കർമ്മയാണ്. ഇനി ഇവിടെ നിന്ന് ഈ ഒരു സമയം ഇപ്പോൾ നിങ്ങൾക്ക് മോശമാണെങ്കിലും ശരി, നാളെ നിങ്ങൾക്ക് കണ്ടില്ലേ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്, നാളെ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ സമയം വരുന്നുണ്ട്. ഈ ഭാഗ്യത്തിന്റെ വീല് നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് ഉരുളാൻ തുടങ്ങുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ തന്നെ ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് വരുന്നത്. എല്ലാ ചക്രാസും ആക്റ്റീവ് ആകുന്നു. എല്ലാ വിധത്തിലുമുള്ള കാര്യങ്ങൾ, സ്നേഹമായാലും സാമ്പത്തികമായാലും ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നുണ്ട്, ജോലി വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ നോക്കിയിരിക്കുന്ന, നിങ്ങൾ അതിനായിട്ട് എഫേർട്ട് എടുത്ത് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നു ചേരുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാരണം ഇത് വന്നു ചേരുമ്പോഴാണ് നിങ്ങളുടെ ഭാഗ്യസമയം ആയി എന്ന് നിങ്ങൾ സ്വയം വിധി എഴുതുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു സമയമാണ്. കാരണം ഇതൊക്കെ വന്നു ചേരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ സമയം നല്ലതാകുന്നു. 10 ആണ് നമ്പർ ഇവിടെ വന്നിരിക്കുന്നത്. അതായത് 1ന്റെ എനർജിയാണ്. 1ന്റെ എനർജി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ആണ്. ആ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്കിവിടെ പല കാര്യങ്ങൾ വന്നു ചേരാനുള്ള എനർജിയാണ്. ചിലപ്പോൾ സാമ്പത്തികം വരാം, ചിലപ്പോൾ നോക്കിയിരിക്കുന്ന ജോലിയാവാം, അതുമല്ല എങ്കിൽ ചിലപ്പോൾ നോക്കിയിരിക്കുന്ന വ്യക്തികളാവാം, പ്രണയമാകാം. ഇനി ഏത് കാര്യമായാലും ഇവിടെ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെതായ ഒരു സമയം തുടങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് സോഡ്സ് ആണ്. ക്വീൻ ഓഫ് സോഡ്സ് എന്ന സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജിയുടെ സോഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഇൻഡിപെൻഡന്റ് ആവാൻ കഴിയുന്ന എനർജിയാണ്. ഒന്ന് ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് നീങ്ങാനാണ് ഇവിടെ നോക്കുന്നത്. അങ്ങനെ ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് സിംഹാസനം കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു സീറ്റ് എവിടെ ചെന്നാലും കിട്ടുന്നത്. സമൂഹത്തിലൊരു മാന്യത, അല്ലെങ്കിൽ സമൂഹത്തിലൊരു അധികാര പദവി, അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിൽ, മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ അവർക്കൊരു കസേര കിട്ടും, അല്ലേ? പെട്ടെന്ന് ഇരിക്കൂ എന്നൊക്കെ വിനയത്തോടുകൂടി മറ്റുള്ളവർ പറയും. അല്ലെങ്കിൽ അവരെന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ അത് വളരെയധികം ശ്രദ്ധാപൂർവം കേൾക്കാനും അതിനെ അനുസരിക്കാനും തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു സ്ഥാനത്തേക്ക് വരാൻ ഇപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്.
കാരണം ഫ്രീഡം അനുഭവിക്കാനുള്ള ആ ഒരു സമയം ആയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഫ്രീഡം അനുഭവിക്കുമ്പോൾ സാമ്പത്തികപരമായ ഒരു അഭിവൃദ്ധി ഉണ്ടാവണം. മനസ്സിലായി? സാമ്പത്തികപരമായ അഭിവൃദ്ധി മാത്രം പോരാ, പേഴ്സണാലിറ്റിയിൽ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, നല്ല നോളജ് ഉണ്ടാവണം. ഒരുപാട് സാമ്പത്തികവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വാ തുറന്നു കഴിഞ്ഞാൽ. പക്ഷെ ഒന്നും നല്ല രീതിയിൽ സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവർ എന്താണ് വിചാരിക്കുന്നത്? അല്ലേ? നല്ല രീതിയിൽ അപ്പോൾ സംസാരിക്കാൻ കൂടി കഴിവുണ്ടാകണം. നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടാകുന്നത് എങ്ങനെയാണ്? വായനാശീലം ഉണ്ടാകണം, കേട്ടറിവുണ്ടാകണം, ജന്മനാ തന്നെ കുറച്ച് ബോധമുണ്ടാവണം. മനസ്സിലായി? ഇതൊക്കെ നമ്മൾ നേടിയെടുക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കഴിവിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കും നിങ്ങളെ കൊണ്ട് ഈ ഒരു അവസരത്തിൽ. അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിച്ചിട്ട് ഈ ഒരു അവസരത്തിലേക്ക് വരണം, ഈ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ വരണം, വന്നിരിക്കണം. മനസ്സിലായി? അതിനുള്ള എനർജി നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് വരിക തന്നെ വേണം എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് എവിടെ ചെന്നാലും നിങ്ങൾക്കൊരു അതോറിറ്റി പവർ കൈവരുന്നതായിരിക്കും. മറ്റുള്ളവർ നിങ്ങൾ പറയുന്നതൊക്കെ അംഗീകരിക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അപ്പോൾ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.